കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. നിധിയും സുധീഷും സൂര്യനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് കാണിക്കുന്നത്. നിധിയുടെ മനസ്സ് കലുഷിതമായിരുന്നു. എന്നാൽ സൂര്യ ആവട്ടെ തന്റെ ചതിപ്രയോഗങ്ങൾ ഒളിപ്പിച്ചു വെച്ച് വളരെ സ്നേഹനിധിയായ ഒരു കാമുകനെ പോലെ അഭിനയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ നിധിയുടെ കൈകളിൽ കടന്നു പിടിച്ചു പറഞ്ഞു, വാ നിധി, നമുക്ക് വീട്ടിലേക്ക് പോവാം. നിനക്ക് നിന്റെ അച്ഛനെ കാണണ്ടേ? ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, വിഷമിക്കുകയും വേണ്ട, ഞാൻ കൂടെയുണ്ടല്ലോ. സൂര്യന്റെ ഈ വാക്കുകൾ കേട്ടതും നിധിയുടെ ഉള്ളിൽ അതുവരെ അടക്കി പിടിച്ചിരുന്ന സങ്കടമെല്ലാം തന്നെ ആളിക്കത്തുന്ന കോപമായി മാറി. അവളുടെ കണ്ണുകളിൽ തീക്ഷ്ണമായ ഒരു ഭാവം മിന്നി മറഞ്ഞു. സൂര്യന്റെ മുഖത്തേക്ക് രൂക്ഷമായി ഒന്ന് നോക്കിയതിനു ശേഷം അപ്രതീക്ഷിതമായി അവൾ അവന്റെ കരണക്കുറ്റി നോക്കി ആഞ്ഞടിച്ചു. ആ അടിയിൽ സൂര്യൻ ഒന്ന് പതറിപ്പോയി. അവളുടെ വാക്കുകൾ ഒരു അണക്കെട്ട് പൊട്ടിയതുപോലെ തന്നെ പുറത്തു വന്നു. നീ കാരണമാടാ, നീ ഒരൊറ്റ ഒരുത്തൻ കാരണമാണ് എനിക്ക് ഈ ഗതികേട് വന്നത്. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ മാത്രമാണ് കാരണം. സൂര്യന്റെ കണക്കുകൂട്ടലുകളിൽ പിഴക്കുകയായിരുന്നു. താൻ വിളിച്ചാൽ ഉടനെ തന്നെ നിധി തന്റെ കൂടെ വരുമെന്നും സുധീഷിനെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം സുഖമായി ജീവിക്കുമെന്നും അവൻ വ്യാമോഹിച്ചിരുന്നു. എന്നാൽ നിധിയുടെ പ്രതികരണം അവനെ ശരിക്കും ഞെട്ടിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ അവൻ തിരിച്ചു നിൽക്കുമ്പോൾ സുധീഷ് പെട്ടെന്ന് തന്നെ ഇടപെട്ടു. സൂര്യൻ തിരിച്ചെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് സുധീഷ് അവന്റെ രണ്ട് കൈകളും പിറകിലേക്ക് ബലമായി പിടിച്ചു വെച്ചു. എന്നിട്ട് നിധിയോട് പറഞ്ഞു, കൊടുക്ക് നിധി, ഇവന് വേണ്ടത് നല്ലതുപോലെ നീ കൊടുക്ക്. സുധീഷിന്റെ വാക്ക് കേട്ട് നിധി വീണ്ടും ആവേശത്തോടെ സൂര്യനെ നേരെ തിരിഞ്ഞു. നീ ഒക്കെ ഒരു മനുഷ്യനാണോടാ? എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീരാൻ കാരണം നീ മാത്രമാണ്. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ? എന്നിട്ടും നിനക്കത് പോരായിരുന്നു അല്ലേ? നിന്റെ ഇഷ്ടത്തിന് നിന്റെ അടിമയായി ഞാൻ ജീവിക്കണമെന്നായിരുന്നില്ലേ നിന്റെ ആഗ്രഹം? അതിനി നടക്കില്ല, അത് ഈ ജന്മത്തിൽ നടക്കില്ല. അവൾ കിതച്ചുകൊണ്ട് തുടർന്നു, നീ ആരാന്നാടാ നിന്റെ വിചാരം? എൻ്റെ അച്ഛൻ ഇന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആശുപത്രിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം നീ മാത്രമാണ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. സൂര്യൻ അപമാനിതനായി തല കുനിച്ചു നിൽക്കുമ്പോൾ സുധീഷ് വീണ്ടും പ്രോത്സാഹിപ്പിച്ചു. നല്ല കൊടുത്തോളാൻ പറഞ്ഞില്ലേ, കൊടുത്തോ കൊടുത്തോ. നിധി തൻ്റെ ഉള്ളിലെ സകല ദേഷ്യവും തീരുവോളം സൂര്യൻ്റെ കരണം മാറി മാറി അടിച്ചു. ചുറ്റും കൂടി നിന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് സൂര്യൻ ശരിക്കും നാണം കെട്ടു. ഒടുവിൽ സഹിക്കെട്ട് നിധി അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനെ കൊന്നാലും തന്നെ പക തീരില്ല എന്ന അവസ്ഥയിലായിരുന്നു അവൾ. ആ സമയം സൂര്യൻ ഭയത്തോടെ പറഞ്ഞു, ഇവൻ വേണ്ട നിധി, ഇവൻ എന്നെ ഒന്നും ചെയ്യില്ല, വിട്ടേക്ക്. സുധീഷ് അപ്പോൾ പറഞ്ഞു, മതി നിധി, ഇവനെ വിട്ടേക്ക്, ഇവൻ ഇത്രയൊക്കെ മതി. ഇതിനുള്ള യോഗ്യത മാത്രമേ ഇവനുള്ളൂ. അവർ അവിടെ നിന്നും പോവാൻ ഒരുങ്ങുമ്പോൾ അപമാനഭാരം താങ്ങാനാവാതെ സൂര്യൻ വെല്ലുവിളിച്ചു, എടി, നിന്നെ ഞാൻ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കില്ല. സമാധാനത്തോടെ ജീവിക്കാമെന്ന് നീ കരുതണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. ഞാനത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് സൂര്യ വെല്ലുവിളിക്കാണ്. അവൻ്റെ ചുറ്റും നോക്കിയപ്പോൾ വഴിയിൽ നടക്കുന്ന ഒരു കരിങ്കല്ല് കണ്ടു. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന സൂര്യ ആ കല്ലെടുത്ത് അവരെ എറിയാനായി. എന്നാൽ സുധീഷ് അതിവേഗം തന്നെ അവൻ്റെ അടുത്തേക്കെത്തി ആ കല്ല് പിടിച്ചു വാങ്ങിച്ച് താഴേക്കിട്ടു. എന്താടാ, നിനക്ക് മതിയായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷ് നിധിയെ ചേർത്ത് പിടിച്ചു. മതി നിധി, വാ നമുക്ക് പോവാം. തൽക്കാലം അച്ഛൻ ഏത് ആശുപത്രിയിലാണെന്നും കാര്യങ്ങളൊക്കെ അറിയണം. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അങ്ങനെ സുധീഷ് നിധിയെ കൂട്ടി ജീപ്പിൽ കയറിപ്പോയി. പോകുന്ന വഴിയിൽ കട്ടക്കലിപ്പിൽ നോക്കി നിൽക്കുന്ന സൂര്യനെ അവർ കണ്ടു. ഡ്രൈവർ നിർബന്ധിച്ചാണ് സൂര്യയെ കാറിൽ കയറ്റി കൊണ്ടുപോയത്. നിധിയെ കൊല്ലാനുള്ള പകയുമായാണ് സൂര്യ അവിടെ നിന്നും മടങ്ങിയത്. ഇതേ സമയം നാട്ടിൽ മറ്റൊരു രംഗം നടക്കുകയായിരുന്നു. നിധിയും സുധീഷും പോയതിനു ശേഷം നാട്ടുകാർ പല കഥകളും മെനയാൻ തുടങ്ങി. സുധീഷിന്റെ സഹോദരൻ നികേഷ് നിധിയെക്കുറിച്ച് മോശമായി സംസാരിച്ച ചില യുവാക്കളുമായി വഴക്കിട്ടു. അവരിൽ ഒരുത്തൻ ചോദിച്ചു, എടാ നികേഷേ, നീ എന്തിനാ അവനെ തല്ലുന്നത്? അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നിന്റെ ചേട്ടൻ്റെ ഭാര്യ വീട് വിട്ടു പോയതല്ലേ? ഒരു ദിവസം പോലും തികച്ച് ആ വീട്ടിൽ നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ നാട്ടുകാർ പലതും പറയില്ലേ? ഇത് കേട്ടപ്പോൾ നികേഷിന് സങ്കടവും ദേഷ്യവും വന്നു. അവൻ തൻ്റെ ബാഗ് എടുത്ത് പോവാൻ തുടങ്ങുമ്പോൾ അവരോടായി വിളിച്ചു പറഞ്ഞു, എടാ, എൻ്റെ ഏട്ടത്തിയമ്മയായി വന്ന ആ ചേച്ചിയുണ്ടല്ലോ, അവർ പാവാണ്. അവർ അങ്ങനെ വീട് വിട്ടു പോവാനൊന്നും പോകുന്നില്ല. അവർ തിരിച്ചു വരും. എൻ്റെ വീട്ടിലേക്ക് തന്നെ അവരെന്നേക്കുമായി ഉണ്ടാവും. അങ്ങനെ നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് നികേഷ്. നികേഷിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലായിരുന്നു. ആദ്യമായി വീട്ടിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിയാണ് അവൾ ഒറ്റ രാത്രി കൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് കേൾക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാവുന്ന വിഷമം വലുതാണ്. പക്ഷേ നിധി പോയത് അച്ഛനെ കാണാനാണെന്ന സത്യം നാട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ. മറ്റൊരു ഭാഗത്ത് സുധീഷിൻ്റെ ഏട്ടൻ സുഭാഷ് പണിസ്ഥലത്തായിരുന്നു. കൂടെ അദ്ദേഹത്തിൻ്റെ കാമുകിയുണ്ട്. അവരുടെയൊക്കെ സംസാര വിഷയം സുധീഷിൻ്റെ കല്യാണമായിരുന്നു. ഒരു സുഹൃത്ത് വന്ന് സുഭാഷിനോട് ചോദിച്ചു, എന്താടാ കല്യാണം കഴിഞ്ഞ് ഒരു രാത്രി കൊണ്ട് പെണ്ണ് വീട് വിട്ടു പോയതെന്ന് കേട്ടല്ലോ, ആരാ പറഞ്ഞത്? സുഭാഷ് പരിഭ്രമത്തോടെ മറുപടി നൽകി, ഏയ് അതൊന്നുമില്ല, അവളുടെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് ആശുപത്രിയിലേക്ക് പോയതാണ് അവര്. പക്ഷേ സുഹൃത്ത് വിട്ടില്ല.
അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ആ വീട്ടിൽ വന്ന് ഏതെങ്കിലും പെണ്ണ് നിൽക്കുമോ? നേരം വെളുത്ത് ആ വീട്ടിലെ അന്തരീക്ഷം കണ്ടപ്പോൾ അവൾ ജീവനും കൊണ്ട് ഓടിയതായിരിക്കും. ഇത് കേട്ട സുഭാഷിന് ആകെ ടെൻഷനായി. നിധിയും സുധീഷും എവിടെയാണെന്നോ അവർ എങ്ങോട്ടേക്കാണ് പോയതെന്നോ അറിയാത്തതിൻ്റെ ആദി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു. സുധീഷും നിധിയും ഒടുവിൽ നിധിയുടെ അച്ഛൻ രാജീവേട്ടൻ കിടക്കുന്ന ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നു. റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ അച്ഛൻ ICUവിലാണെന്ന് പറഞ്ഞു. ആ വാർത്ത നിധിയെ തളർത്തി കളഞ്ഞു. എനിക്കെൻ്റെ അച്ഛനെ കാണണം, ഇപ്പം തന്നെ കാണണമെന്നൊക്കെ പറഞ്ഞ് അവൾ വാശി പിടിച്ചു. അവർ ICUവിൻ്റെ മുൻപിലെത്തി. അവിടെ നിധിയുടെ അമ്മ ഹേമയും സഹോദരി സാന്ദ്രയും നിൽക്കുന്നുണ്ടായിരുന്നു. നിധിയെ കണ്ടതും ഹേമ ചാടി വീണു. നിധി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, അച്ഛൻ. പക്ഷേ ഹേമ അവളെ തടഞ്ഞു. മിണ്ടരുത്. അച്ഛനോ? ഏതച്ഛനാടി നിനക്ക്? നിനക്ക് അച്ഛനില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല. നീ എൻ്റെ കെട്ടുതാലി അറുത്തതല്ലേടി. അത് ചെയ്തിട്ട് നീ സ്വസ്ഥമായിട്ട് ജീവിച്ചോ. നിനക്കതല്ലേ സന്തോഷം? അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് അച്ഛനെ ഒരൊറ്റ നോക്കൊന്ന് കണ്ടാൽ മതി, നിധി കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും സാന്ദ്ര ഇടപെട്ടു. ദേ നിധി, നീ ഇവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കാതെ പോ. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് നിധിയുടെ സഹോദരൻ അരുൺ അങ്ങോട്ടേക്ക് വന്നത്. അവനും നിധിക്കെതിരെ തിരിഞ്ഞു. നീയോ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീ കാരണം മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്. മര്യാദക്ക് പോയിക്കൊള്ളണം. അരുൺ നിധിയെ അടിക്കാൻ കയ്യോങ്ങുന്ന രീതിയിൽ തന്നെ പറഞ്ഞു. സാന്ദ്ര തടഞ്ഞു. നിധി അവിടെ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നതിൽ തന്നെ ഹേമ നിധിയുടെ കർണ താഞ്ഞടിച്ചു. നിനക്കിപ്പോൾ സന്തോഷമായില്ലേടി? ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാനും കൂടി അങ്ങ് തീരും. ഹേമയുടെ ശാപവാക്കുകൾ നിധിയുടെ നെഞ്ചിൽ തറച്ചു. സാന്ദ്ര ബലമായി നിധിയെ അവിടെ നിന്നും മാറ്റി. ഇതെല്ലാം കണ്ട് നിസ്സഹായനായി നിൽക്കുകയായിരുന്നു സുധീഷ്. സാന്ദ്ര പോയ ശേഷം സുധീഷ് നിധിയോട് ചോദിച്ചു, നീ എന്തിനാ നിധി എന്നോട് പറയാതെ ഇങ്ങനൊരു എടുത്തുചാട്ടം കാണിച്ചത്? നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിരുന്നോ? നിന്നെ ഞാൻ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടും നീ എന്നോട് ഈ ചെയ്തത് ശരിയായില്ല. നിധി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സുധീഷേട്ടാ, ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എനിക്ക് അച്ഛനെ കാണണമെന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുധീഷ് അവളെ ആശ്വസിപ്പിച്ചു. സാരമില്ല, ഇനി നീ വിഷമിക്കേണ്ട. തൽക്കാലം നമുക്ക് ഇവിടെ നിന്നും മാറാം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നിധി തൻ്റെ കഴുത്തിലെ താലിയിലേക്ക് നോക്കി വിതുമ്പി. ഈ താലി കാരണമാണ് തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. അത് കണ്ട സുധീഷിന് അവളെങ്ങാനും അവളുടെ താലി പൊട്ടിച്ചെറിയുമോ എന്ന ഭയമായിരുന്നു. അവൻ അവളെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. ആശുപത്രിയിൽ നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ സുധീഷ് നിധിയെയും കൂട്ടിക്കൊണ്ട് സാന്ദ്രയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. സാന്ദ്ര നേരത്തെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവളുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് വന്നിരുന്നു. സാന്ദ്രയുടെ അച്ഛൻ സുധീഷിനെ തടഞ്ഞു. നീ അവിടെ നിൽക്ക്, നീ ഇങ്ങോട്ടേക്ക് കയറണ്ട. സുധീഷിനെ പുറത്തു നിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം നിധിയെ മാത്രം അകത്തേക്ക് വിളിപ്പിച്ചു. സാന്ദ്ര എല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു. അച്ഛനെ കാണിക്കാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കാര്യമൊക്കെ അറിഞ്ഞു. പക്ഷേ അവിടെ ആരും സമ്മതിക്കുന്നില്ലല്ലോ. നിധി പറഞ്ഞു, സാരമില്ല, സാന്ദ്രേച്ചി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ കാണുന്നത് വരെ ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അകത്തേക്ക് കയറുന്നതിന് മുൻപ് നിധി സുധീഷിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. ഞാൻ ഇവിടെ നിൽക്കുകയാണ് സുധീഷേട്ടാ. ഒരു പക്ഷേ സാന്ദ്രേച്ചി വിളിക്കും. എനിക്കെൻ്റെ അച്ഛനെന്ന് കാണാൻ പറ്റിയാൽ സത്യാവസ്ഥ അച്ഛനെ ബോധ്യപ്പെടുത്തണം, അവൾ പറഞ്ഞു. എന്നിട്ടവൾ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവണകൾ ഊരിയിട്ട് നേരെ സുധീഷിന് നേരെ നീട്ടി. ഇതെന്തിനാ? അത്ഭുതത്തോടു കൂടെ തന്നെ സുധീഷ് ചോദിച്ചു. ഇത് വെച്ചോ, ഞാൻ കാരണം സുധീഷേട്ടന് കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ടായില്ലേ? വണ്ടി ഓടിച്ചിട്ടും പെട്രോൾ അടിച്ചിട്ടും കുറേ പൈസ ചിലവായി കാണും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ തരാനുള്ളൂ. എൻ്റെ ഫോണും സിമ്മും ഒക്കെ പോയി. പുതിയതൊന്ന് എടുത്തിട്ട് ശരിയായാലേ എനിക്ക് പണമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ. ഇത് വിറ്റ് നിങ്ങൾ നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിക്കോളൂ എന്നൊക്കെ പറയാണ് നിധി. സുധീഷ് സ്നേഹത്തോടെ തന്നെ അത് നിരസിച്ചു. വേണ്ട നിധി, എനിക്കിതിൻ്റെയൊന്നും ആവശ്യമില്ല. ഞാൻ ചെയ്തതൊന്നും കണക്ക് വെച്ചിട്ടുമില്ല. അന്നേരവും നിധി നിർബന്ധിച്ചു. എനിക്കറിയാം സുധീഷേട്ടൻ്റെ അവസ്ഥ. ആ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടു. ദൈവത്തെ പോലെയാണ് എനിക്ക് സുധീഷേട്ടൻ. ആ സമയത്ത് സുധീഷേട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് വയ്യ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് നിധി നിർബന്ധിച്ചു. സുധീഷ് അത് വാങ്ങാനൊന്നും തയ്യാറായിരുന്നില്ല. ഒടുവിൽ നിധി പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ കാണുമോ എന്ന് പോലും അറിയില്ല. ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു സുധീഷേട്ടാ. അച്ഛനെ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്നും പറയും. ഇത്രയും പറയുന്ന സമയത്തിന് സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കട്ടെ സുധീഷ്. നിധി വികാരധീരനായി സുധീഷിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഒത്തിരി നന്ദിയുണ്ട് സുധീഷേട്ടാ, അവൾ പറഞ്ഞു. ഈ സമയം സാന്ദ്രയുടെ അമ്മ പുറത്തേക്ക് വരികയും അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗം കാണുകയും ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ സാന്ദ്രയുടെ അച്ഛനെ വിളിപ്പിച്ചിട്ട് അത് കാണിച്ചു കൊടുത്തു. തെറ്റിദ്ധാരണയോടെ അവർ നോക്കി നിൽക്കെ നിധി സുധീഷിനോട് യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ നിധി ഒരു സ്നേഹപ്രകടനം എന്ന പോലെയായിരിക്കും സുധീഷിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിരിക്കുന്നത്. സാന്ദ്രയുടെ അച്ഛനും അമ്മയും നിധിയെ വല്ലാതങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ നിധി ഇനി എന്നും അവിടെ തന്നെ നിൽക്കാമെന്ന് തീരുമാനിക്കുന്നതോടുകൂടി തന്നെ സുധീഷ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി.
നിധിയെ അവിടെയാക്കി വീട്ടിലേക്ക് എന്നെ തിരിച്ചു മടങ്ങിപ്പോവാൻ അവന്റെ മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും നിധിയെ ചോദിക്കും. നിധി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ അതിന് എന്തു മറുപടി പറയും? അങ്ങനെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരിക്കും സുധീഷ്. നിധി പോയ വഴിയെ നോക്കി സുധീഷ് അവിടെ തന്നെ നിന്നു. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പക്ഷേ സാന്ദ്രയുടെ അച്ഛനും അമ്മയും നിധിയെ തെറ്റിദ്ധരിച്ചത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങനെ നിധിയെ അവിടെ നിൽക്കാനൊന്നും അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ സുധീഷിന്റെ കൂടെ തിരികെ പോയിക്കോളൂ എന്ന് പറയുന്നതോടുകൂടി തന്നെ പിന്നെ നിധിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നിവൃത്തികേട് കൊണ്ട് തന്നെ നിധി പിന്നെ സുധീഷിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.